തന്ത്രശാസ്ത്രം അനുസരിച്ചിട്ട് നമുക്ക് 6 വിഭാഗങ്ങളാണ് അത്. ഗണപതി തന്ത്രത്തിൽ ഗണപതിക്ക് വ്യത്യസ്തങ്ങളായ അനേകം ഭാവങ്ങളുണ്ട്. സർവ്വതിൻ്റെയും സൃഷ്ടികർത്താവായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പരബ്രഹ്മമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് ഗണേശ്വരനാണ്. അവർക്ക് സ്വയം മന്ത്രം ചൊല്ലി ദ്രവ്യങ്ങൾ ഈ അഗ്നിയിലേക്ക് സമർപ്പിക്കാവുന്നു. ഉച്ഛിഷ്ട ഗണപതി ഹോമം കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് പൂജയും ജ്യോതിഷവും കൈകാര്യം ചെയ്യുന്ന നെല്ലാട് വാരണക്കൂട്ടം മഠം കേശവൻ നമ്പൂതിരി തിരുമേനി ബാഗ് മീഡിയയിലേക്ക് സ്വാഗതം. നമസ്തേ. നമസ്തേ. എന്താണ് ഈ ഉച്ഛിഷ്ട ഗണപതി ഹോമം? നമ്മൾ ഇന്നുവരെയും ഈ ഉച്ഛിഷ്ട ഗണപതിയെ കുറിച്ച് കേട്ടിട്ടില്ല. ഇത് എന്തെങ്കിലും ഉപാസനയാണോ അല്ലെങ്കിൽ സാധാരണ ഗണപതി ഹോമം തമ്മിലുള്ള എന്താണ് വ്യത്യാസം? ഒന്ന് പറയാമോ? തന്ത്രശാസ്ത്രം അനുസരിച്ചിട്ട് നമുക്ക് 6 വിഭാഗങ്ങളാണ് അതിലുള്ളത്. ശൈവം, വൈഷ്ണവം, ശാക്തേയം, സൗരം, ഗണപഥ്യം, കൗമാരം. അപ്പോൾ ഈ 6 വിഭാഗങ്ങളിൽ ഒരു വിഭാഗമായിരിക്കുന്ന ഗാണപത്യ തന്ത്രം അനുസരിച്ച് ഉപാസിക്കപ്പെടുന്ന ഒരു ദേവതയാണ് ഉച്ഛിഷ്ട ഗണപതി എന്നത്. അപ്പോൾ ഗാണപത്യ തന്ത്രത്തിൽ ഗണപതിക്ക് വ്യത്യസ്തങ്ങളായ അനേകം ഭാവങ്ങളുണ്ട്. ഈ തന്ത്രദർശനം അനുസരിച്ചിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വതിൻ്റെയും സൃഷ്ടികർത്താവായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പരബ്രഹ്മമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് ഗണേശ്വരനെയാണ്. അപ്പോൾ ഈ ഗണപതിക്ക് തന്ത്രശാസ്ത്രം അനുസരിച്ച് അനേകം ഭാവങ്ങളെ, പ്രധാനമായിട്ടും 32 ഭാവങ്ങളെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ബാലഗണപതിയുണ്ട്, അതുപോലെ തന്നെ തരുണ ഗണപതി, ഭക്തി ഗണപതി, വീരഗണപതി, ശക്തി ഗണപതി, ദ്വിജഗണപതി, സിദ്ധ ഗണപതി, ഉച്ഛിഷ്ട ഗണപതി, യോഗ ഗണപതി, വിഘ്ന ഗണപതി, അതുപോലെ തന്നെ നൃത്ത ഗണപതി, ഇങ്ങനെ അനേകം സ്വരൂപങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് ഉച്ഛിഷ്ട ഗണേശൻ എന്നത്. അപ്പോൾ ഇത് ഗണപതി തന്ത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ ആ തന്ത്രശാസ്ത്രം അനുസരിച്ചിട്ട് വളരെയധികം സവിശേഷമായ പ്രാധാന്യത്തോടു കൂടി ഉപാസിക്കപ്പെടുന്ന ദേവതയാണ് ഈ ഉച്ഛിഷ്ട ഗണപതി എന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 32 സ്വരൂപങ്ങളാണ് ഗണപതിയുടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഭാവമാണ് ഉച്ഛിഷ്ട ഗണേശൻ എന്നത്. അപ്പോൾ ഈ ഉപാസന എന്നത് ഇത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഉപാസനാ പദ്ധതിയാണ്. അതിന് പ്രധാനമായിട്ട് ഇതിന് ഉച്ഛിഷ്ട ഗണേശൻ അല്ലെങ്കിൽ ഉച്ഛിഷ്ടം എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ അവശിഷ്ടമായ ഒന്ന് എന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ സൂക്ഷ്മ ശരീരത്തിൻ്റെ പല വിധത്തിലുള്ള ചക്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. മൂലാധാരം, സ്വാധിഷ്ഠാനം തുടങ്ങിയതായ ചക്രങ്ങളിൽ ഈ മൂലാധാര തത്വത്തിൻ്റെ, മൂലാധാരം എന്ന ആ ചക്രത്തിൻ്റെ അധിനായകൻ അല്ലെങ്കിൽ അധിഷ്ഠാന ദേവത എന്നത് ഗണപതിയാണ്. അപ്പോൾ ഈ മൂലാധാര ചക്രത്തിലാണ് കുണ്ഡലിനി എന്ന് പറയുന്നതായ ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ദേവി സുപ്താവസ്ഥയിൽ കിടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈ ഉച്ഛിഷ്ടം എന്നതിന് അവശിഷ്ടമായ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്തമായിരിക്കുന്ന ഊർജം, അവിടെ ഉറങ്ങിക്കിടക്കുന്നതായ സുഷുപ്താവസ്ഥയിൽ കിടക്കുന്നതായ കുണ്ഡലിനി, അത് സുപ്തമായ ഊർജമാണ്. അപ്പോൾ ഈ ഊർജസഹിതമായിട്ടിരിക്കുന്ന ഗണപതിയാണ്. അപ്പോൾ സുപ്തമായിരിക്കുന്ന ഊർജത്തോട് കൂടിയിരിക്കുന്നതായ ഗണപതി, അതാണ് ഉച്ഛിഷ്ട ഗണേശൻ എന്നുള്ള സങ്കല്പത്തിൽ വരുന്നത്. അപ്പോൾ സാമാന്യഗതിയിൽ നമ്മളെല്ലാ കർമ്മങ്ങൾക്കും, മംഗളകർമ്മങ്ങൾക്കും ഗണപതിയെ ആദ്യം തന്നെ ആരാധിക്കും. പ്രത്യേകിച്ചും ഈ ഉപാസനാ കർമ്മങ്ങളിൽ, പൂജ തുടങ്ങിയതായ കർമ്മങ്ങളിലെല്ലാം ആദ്യം തന്നെ നമ്മൾ ഗണപതിക്ക് പൂജ ചെയ്തിട്ടാണ് നമ്മൾ മറ്റ് പൂജാ കർമ്മങ്ങളിലേക്ക് കിടക്കുക. അതിന് കാരണം തന്നെ ഈ മൂലാധാരം തൊട്ടാണ് തുടങ്ങുന്നത്. ഈ മൂലാധാരത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ഗണപതിയാണ്. ഈ മൂലാധാരത്തിലാണല്ലോ ഈ കുണ്ഡലിനി ശക്തി സുപ്തമായി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിന് സിദ്ധി ഉണ്ടാകണമെങ്കിൽ ഈ കുണ്ഡലിനി ജാഗ്രത ആകണം. ഈ കുണ്ഡലിനി ശക്തി ഉണർന്ന് ഈ ആധാരചക്രങ്ങളിലൂടെ കടന്ന് സഹസ്രാര പത്മത്തിൽ എത്തുമ്പോഴാണ് ആ മന്ത്രത്തിന് സിദ്ധി ഉണ്ടാവുക. മന്ത്രസിദ്ധി വരിക എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ ഈ കുണ്ഡലിനി ശക്തി ഉണരണമെങ്കിൽ ഈ കുണ്ഡലിനിയുടെ ഇരിപ്പിടമായിരിക്കുന്ന മൂലാധാരത്തിൻ്റെ അധിനായകനായിരിക്കുന്ന ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഗണപതി പ്രസാദം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കുണ്ഡലിനി ശക്തി ജാഗ്രത ആവുകയുള്ളൂ. ഇപ്പോൾ മന്ത്രസിദ്ധി എന്ന് തന്നെയല്ല, നമുക്ക് ഏതൊരു കർമ്മങ്ങളിലും കൂടുതൽ വിജയം ഉണ്ടാകണമെങ്കിൽ ഈ കുണ്ഡലിനി ശക്തിയുടെ അല്പമായ ഒരു ഉണർവെങ്കിലും അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഈ ഗണപതിയുടെ അനുഗ്രഹം നമുക്ക് സിദ്ധിക്കേണ്ടതുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമാണ് ഈ കുണ്ഡലിനി ശക്തി ജാഗ്രത ആവുകയുള്ളൂ. അപ്പോൾ ഈ ഗണേശൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഗണപതിയെ ഭജിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൂജിച്ചുകൊണ്ട് കർമ്മങ്ങളിലേക്ക്
കിടക്കുന്നത്. അപ്പോൾ ഈ ഗണപതിയുടെ മൂലരൂപമാണ് ഈ ഉച്ഛിഷ്ട ഗണപതി എന്നത്. അപ്പോൾ ഈ ഉച്ഛിഷ്ട ഗണപതിയെ ആവാഹിച്ച് പൂജിക്കുന്നതായ സമ്പ്രദായമാണ് ഈ ഉച്ഛിഷ്ട ഗണപതി ഹോമം എന്ന് പറയുന്നത്. വളരെ അപൂർവമായിട്ട് തന്നെയാണ് ഇത് നടത്തപ്പെടുന്നത്. മറ്റൊരു ദിക്കിലും ഇതുവരെ നടത്തപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം. ഞാനിത് വളരെ റെയറായിട്ടാണ് കേൾക്കുന്നത്, ഇതുവരെയും കേട്ടിട്ടില്ല. സോ അപ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾക്കുള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഗണപതി ഹോമം ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിന് ഞാൻ ഉച്ഛിഷ്ട ഗണപതി ഹോമം ചെയ്യണം? സ്വാഭാവികമായിട്ടും എല്ലാ അമ്പലങ്ങളിലും ഗണപതി ഹോമത്തിന് കൊടുക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിന് ഉച്ഛിഷ്ട ഗണപതി ഹോമം ചെയ്യണം? ഇതിൽ ഗണപതിക്ക് 32 ഭാവങ്ങൾ, വ്യത്യസ്ത ഭാവങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഓരോ ഭാവങ്ങൾക്കും ആ ഉപാസന കൊണ്ട് ഓരോ ഫലങ്ങളാണ് വരുന്നത്. ഓരോന്നിനും ഓരോ ഫലസിദ്ധിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഉച്ഛിഷ്ട ഗണപതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടുള്ള അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങൾ, കേസ് തുടങ്ങിയതായ സംബന്ധമായ കാര്യങ്ങൾ വിജയത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഉച്ഛിഷ്ട ഗണേശോപാസന നടത്തപ്പെടുന്നത്. പൊതുവെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഉപാസന വളരെയേറെ ഫലപ്രദമാണ്. അത് ഗണപതി തന്ത്രത്തിൽ മറ്റ് ഗണേശഭാവങ്ങളെ അനുസരിച്ച് വളരെ ക്ഷിപ്രമായിരിക്കുന്ന ഫലസിദ്ധിയെ നൽകുന്ന ഒന്നാണ് ഉച്ഛിഷ്ട ഗണേശ സാധന എന്നത്. വളരെ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷമായിരിക്കുന്ന ഒരു ഫലം നമുക്കതിലൂടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടൊക്കെ ധാരാളം പേര് ഈ ഉച്ഛിഷ്ട ഗണപതിയെ ഉപാസിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട രീതിയിൽ ആ ഉപാസന നടത്തി കഴിഞ്ഞാൽ ബിസിനസ് സംബന്ധമായ അഭിവൃദ്ധികളൊക്കെ നമുക്ക് ഉണ്ടായിത്തീരുമെന്നുള്ളത് അനേകം പേരുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഇന്ന് കേരളത്തിനകത്ത് ഒരു സ്ഥലങ്ങളിലും ഈ പറയുന്ന ഉച്ഛിഷ്ട ഗണപതി ഉപാസന കണ്ടിട്ടില്ല. അത് എല്ലാ പേർക്കും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഉപാസനയുടെ കാഠിന്യം അത്ര വലുതായതുകൊണ്ടാണോ? അല്ല, ഉപാസന എന്നത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതിന് ഒരു ജന്മാന്തരമായിട്ടുള്ള ഒരു പുണ്യം ഒക്കെ ആവശ്യം തന്നെയാണല്ലോ. ഒരു ഉപാസനയിലേക്ക് ഒരു വ്യക്തി എത്തിപ്പെടുന്നത് തന്നെ അവന്റെ ജന്മാന്തര സുഹൃതം കൊണ്ടാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഉപാസിക്കണമെന്ന് പറഞ്ഞാൽ ഉപാസിക്കാൻ പറ്റുന്നൊന്നല്ല മന്ത്രസാധന എന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം, പക്ഷെ അതുകൊണ്ട് ഫലം ശരിക്കും ലഭ്യമാകണമെന്നില്ല. ഉപാസന ജന്മാന്തരകൃതമായിട്ട് ലഭ്യമാകുന്ന ഒരു സുഹൃതത്തിലൂടെ മാത്രമേ നമുക്കതിലൂടെ അത് ചെയ്യുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. പിന്നെ ഉച്ഛിഷ്ട ഗണപതി എന്നത് എല്ലാവർക്കും ഉപാസിക്കാവുന്ന ഒരു ദേവത തന്നെയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഉപാസ്യമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഉച്ഛിഷ്ട ഗണപതി ഹോമം എന്ന ക്രിയ അല്ലെങ്കിൽ ആ ഒരു കർമ്മം നമ്മൾ നടത്താനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ തിരുമേനി ചെയ്യുന്ന ഉച്ഛിഷ്ട ഗണപതി ഹോമത്തിൽ സാധാരണപ്പെട്ട ആൾക്കാർക്കും പങ്കുകൊള്ളാൻ കഴിയുമോ? അതായത് സാധാരണ രീതിയിൽ ചില പൂജകൾ ചെയ്യുന്ന സമയങ്ങളിൽ ഒരു സാധകന് അല്ലെങ്കിൽ ഒരു പൃച്ഛകന് അല്ല വരുന്ന ഒരാൾക്ക് പൂർണ്ണമായിട്ട് അതിനകത്ത് പങ്കുകൊള്ളാൻ കഴിയണമെന്നില്ല കേരളീയ തന്ത്രശാസ്ത്ര പ്രകാരം. ബാക്കി പല സ്ഥലങ്ങളിലും പല രീതിയിലും പല ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് പങ്കെടുക്കാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇവിടെ വരുന്ന വ്യക്തികൾ കംപ്ലീറ്റും എത്ര പേര് വരുന്നുണ്ട്, എത്ര പേരാണോ ഇതിൽ പങ്കെടുക്കുന്നത്, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഗണപതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇവിടെ വരുന്ന വ്യക്തികൾക്കെല്ലാം നേരിട്ട് എന്നോടൊപ്പം തന്നെ ആ ഹോമകുണ്ഡത്തിലേക്ക് ദ്രവ്യങ്ങൾ സ്വയം സമർപ്പിച്ചുകൊണ്ട് ഗണേശനെ പൂജിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് പങ്കെടുക്കുന്ന വ്യക്തികൾ അതിന് ഒരു നിശ്ചിതമായിട്ട് ഒരാഴ്ചത്തെ വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ വ്രതാനുഷ്ഠാന സമയത്ത് എടുക്കേണ്ട ഒരു സങ്കല്പ മന്ത്രമുണ്ട്. അപ്പോൾ ഈ മന്ത്രോപദേശമൊക്കെ നമ്മൾ ഈ ഹോമത്തിന് മുന്നോടിയായിട്ട് ഒരു 50 ദിവസം മുമ്പ് തന്നെ നമ്മൾ നൽകുന്നതാണ്. അപ്പോൾ ഈ പങ്കെടുക്കുന്ന വ്യക്തികളെല്ലാവരെയും കൂട്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്കായിട്ട് നമ്മളെല്ലാവർക്കും ഒന്നിച്ച് അതിൻ്റെ വ്രതാനുഷ്ഠാനങ്ങളുടെ നിയമങ്ങളും അതുപോലെ തന്നെ മന്ത്രവും എല്ലാം നമ്മൾ അതിലേക്ക് നിർദ്ദേശിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ആ സങ്കല്പത്തോടു കൂടി മന്ത്രം ജപവും നടത്തി സങ്കല്പം എടുത്തു വരുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും എന്നോടൊപ്പം തന്നെ ഈ ഹോമത്തിൻ്റെ ആദ്യന്തം തന്നെ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ ഈ പങ്കെടുക്കുന്ന വ്യക്തികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സ്വയം മന്ത്രം ചൊല്ലി ദ്രവ്യങ്ങൾ ഈ അഗ്നിയിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഫലം എന്ന് പറയുന്നത് വളരെ അപാരമാണ്. അതിൻ്റെ ഫലസിദ്ധി വളരെ വലുതാണ്. വാഞ്ചാസം അധികം ഫലം എന്നാണ്, അതായത് അധികമായ ഫലത്തെയാണത് പ്രദാനം ചെയ്യുന്നത്. കാരണം ഒരു കാഴ്ചക്കാരൻ എന്ന അവസ്ഥയിൽ നിന്നും ആ വ്യക്തി സ്വയം ഒരു ഉപാസകനായി മാറുകയാണ്. ഒരു പുരോഹിതൻ്റെ ഒരു പൂജ നടത്തുമ്പോൾ മറ്റുള്ളവർ ഒരു കാഴ്ചക്കാരായി കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരവസ്ഥ ആണെന്ന് പൊതുവെ നമ്മൾ അങ്ങനെയാണ് കണ്ടുവരുന്നത്. പക്ഷെ ആ അവസ്ഥയിൽ നിന്നും വ്യക്തി സ്വയം ഒരു ഉപാസനാ തലത്തിലേക്ക് വരികയാണ്, സ്വയം ഒരു ഉപാസകനായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. അത് ചെറിയൊരു ഫലമല്ല നമുക്കതിൽ നിന്ന് ലഭ്യമാകുന്നത്. മാത്രമല്ല തന്ത്രശാസ്ത്രം പൊതുവെ എല്ലാ ജനങ്ങൾക്കും പ്രാപ്യം തന്നെയാകണം. എല്ലാവർക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്
തന്ത്രശാസ്ത്രം എന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെ ആരെയും അകറ്റി നിർത്തേണ്ട കാര്യമില്ല. ഓക്കെ. ഇതെല്ലാവർക്കും പഠിക്കുന്നതിനും എല്ലാവർക്കും പ്രയോഗിക്കുന്നതിനും കഴിയുന്നതാണ്. അത് സാധ്യമാവുകയും വേണം. അപ്പോൾ ഇത് ജനങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനങ്ങൾ മനുഷ്യന് കൂടുതലായിട്ട് ലഭ്യമാകുക എന്നുള്ളൊരു സങ്കല്പത്തോട് കൂടിയിട്ടാണ് നമ്മൾ അവരെ കൂടി ഇതിലേക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ. ഈ ഉച്ഛിഷ്ട ഗണപതി ഹോമത്തിനകത്ത് വരുന്ന മൂലമന്ത്രങ്ങൾ, ശരിക്കും ഈ ഒരു പബ്ലിക് വേദിയിൽ മൂലമന്ത്രം പറയാനോ ചോദിക്കാനോ പാടില്ല എന്ന് എനിക്കറിയാം, ക്ഷമിക്കുക. സാധാരണ മൂലമന്ത്രമാണോ അല്ലെങ്കിൽ ഉച്ഛിഷ്ട ഗണപതിക്ക് സെപ്പറേറ്റ് മൂലമന്ത്രമുണ്ടോ? പല വിധത്തിലുള്ള മന്ത്രങ്ങളുണ്ട്. അതിലിപ്പോൾ ദ്വാദശാക്ഷരിയുണ്ട്, 32 അക്ഷരങ്ങളുള്ള മന്ത്രങ്ങളുണ്ട്, നവാക്ഷരിയായിട്ട് വരുന്ന മന്ത്രങ്ങളുണ്ട്, അങ്ങനെ പല മന്ത്രങ്ങളുമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അതിനകത്ത് പ്രത്യേകമായിട്ടുള്ള മന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ശരി, ആയിക്കോട്ടെ. അപ്പോൾ ഈ മന്ത്രം ചൊല്ലി തന്നെ ആ വ്യക്തിക്ക് അതിൽ ഹോമം നടത്താവുന്നതാണ്. ഈ ഉച്ഛിഷ്ട ഗണപതി ഹോമത്തിൻ്റെ മെയിനായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒരു സാധകൻ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആൾ പങ്കെടുക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ബിസിനസ്സിൻ്റെ വളർച്ച അല്ലേ? ഏറ്റവും പ്രധാനമായിട്ടും അതൊരു വലിയൊരു ഘടകം തന്നെയാണ്. കാരണം അതിനുവേണ്ടി തന്നെ ഒരുപാട് പേര് ഈ ഉച്ഛിഷ്ട ഗണപതിയെ ഉപാസിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ബിസിനസ്, നമ്മുടെ കർമ്മമേഖല ഏതാണോ ആ കർമ്മമേഖലയിലുള്ള അഭിവൃദ്ധിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഫലം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. 2025 കഴിവതും എല്ലാ ആൾക്കാർക്കും ഈ ഉച്ഛിഷ്ട ഗണപതി ഉപാസിക്കാനും ആ പൂജയിൽ പങ്കെടുക്കുവാനും, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഈ പൂജയിൽ മറ്റൊരു പ്രത്യേകത കൂടി പറയേണ്ടതുണ്ട്. നമ്മൾ ഈ പൂജയിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ പരമാവധി പരിശുദ്ധമായിട്ടുള്ള ദ്രവ്യങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. കഴിയുന്നതും മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതായ മറ്റ് ദ്രവ്യങ്ങൾ കുറച്ചുകൊണ്ട് അതിലുപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ പരമാവധി നമ്മൾ തന്നെ സ്വയം നിർമ്മിച്ചെടുക്കുന്നതും, അങ്ങനെ ശുദ്ധമായ സ്ഥലത്ത് നിന്ന് മാത്രം, അങ്ങനെ എനിക്ക് വളരെയധികം ഉറപ്പുള്ള സ്ഥലത്ത് നിന്ന് മാത്രം വാങ്ങിക്കുന്നതുമായ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പരമാവധി നമ്മൾ ഈ പൂജ നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് കുറേ കൂടി വലുതായിരിക്കും. ഇപ്പോൾ 2025 തിരുമേനി കാരണം ഒരു ഉച്ഛിഷ്ട ഗണപതി ഹോമത്തിൻ്റെ ഉപാസകർ കൂടട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ല പുരോഗതി ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. നമസ്തേ.